ഹായ് ഫ്രണ്ട്സ്, ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചക്കയപ്പമാണ്. അതിനായിട്ട് പഴുത്ത ചക്ക നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ചെറിയ തോതിൽ അരിഞ്ഞാൽ മതി, നല്ലവണ്ണം അരയണ്ട, നല്ലവണ്ണം ചതഞ്ഞാലും മതി. ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചെറിയ പേസ്റ്റ് പോലുള്ള പരുവത്തിലാക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 കിലോ ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുക. ശർക്കര വേണം നിർബന്ധമില്ല, മധുരം ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി ശർക്കര. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 10-15 ഏലക്കായും ഒരു 3 സ്പൂൺ ചെറിയ ജീരകവും കൂടെ പൊടിച്ചതുകൂടെ ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ വിതറി നമുക്ക് നല്ലവണ്ണം അത് ഒന്ന് കുഴച്ചെടുക്കാം. ചക്കയപ്പമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ചക്കയപ്പമാണ്. ആർക്ക് വേണേലും ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് ചക്കയപ്പം. കൂഴച്ചക്ക ആയാലും വരിക്കച്ചക്ക ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടി ചേർക്കുകയാണ്. പച്ചരി പൊടിച്ചത് ഒരു 1.5 കിലോയോളം പച്ചരി പൊടിച്ചതൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കിലോ ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളതിലൂടെ ചേർക്കുന്നത്. അരിപ്പൊടി ഏതാണ്ട് ഒരു 1.5 കിലോയോളം അരിപ്പൊടിയും 1/2 കിലോ ഗോതമ്പ് പൊടിയും ആണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. നല്ലവണ്ണം നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. തവി കൊണ്ടൊക്കെ കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ കുഴച്ചാലേ അത് ശരിക്ക് റെഡിയായി കിട്ടത്തുള്ളൂ. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചക്കയപ്പം നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണേ. ചക്കയുടെ കാലങ്ങളൊക്കെ ആണല്ലോ ഇത്. നല്ല പഴുത്ത ചക്ക എടുക്കണം, അതിനാണ് മധുരമുള്ളത്. ഇനി മധുരം കുറച്ച് വേണമെന്നുള്ളവർക്ക് ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല, ചക്ക മാത്രം മതിയാവും. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണേ, ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചക്കയപ്പത്തിന് വേണ്ട ചക്ക അരിമാവും എല്ലാം കൂടെ ഇവിടെ കുഴച്ച് കൊണ്ടിരിക്കുകയാണ്. അത് കുഴച്ച് കഴിഞ്ഞ ശേഷം നമ്മളൊരു 250 ഗ്രാം പശുവിൻ പാലും കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ അപാരമായ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതൊരു വെറൈറ്റിയാണ്. മിക്കവാറും ആരും പാലൊന്നും ചേർക്കാറില്ല. എന്നാൽ ഇപ്രാവശ്യം പാലൂടെ ചേർത്ത് എല്ലാവരും ചെയ്ത് നോക്കണേ. വളരെ രുചികരമാണ് കേട്ടോ. അങ്ങനെ പാലൂടെ ചേർത്ത് നമ്മൾ അത് നല്ലവണ്ണം കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങയും കൂടി ചേർക്കാനുണ്ട്. ഇത് നല്ലവണ്ണം കുഴച്ച് കഴിഞ്ഞിട്ട് വേണം അതുകൂടെ ചേർക്കാനായിട്ട്. അങ്ങനെ നല്ലവണ്ണം നമ്മളത് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ അത് കുഴയ്ക്കണം, എങ്കിലേ നല്ലവണ്ണം അത് കുഴയ്ക്കാൻ സാധിക്കും. അങ്ങനെ വളരെ വെറൈറ്റിയും വ്യത്യസ്തത ആർന്നതുമായിട്ടുള്ള
ചക്കയപ്പം എല്ലാവരും ഉണ്ടാക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 മുറി തേങ്ങയാണ് ഇവിടെ തിരുമ്മിയെടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കാം. അത് നല്ലവണ്ണം മിക്സായി കഴിയുമ്പോൾ നമ്മുടെ ചക്കയപ്പത്തിനുള്ള മാവ് ഇവിടെ തയ്യാറായി കഴിയുന്നതാണ്. എല്ലാവരും മറന്നു പോകാതെ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. വെറൈറ്റിയും വ്യത്യസ്തതയും ആർന്നതായ ഒരു ചക്കയപ്പമാണിത്. ചക്കയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ പ്ലാവിൽ നിന്ന് ഉണ്ടാവുന്ന സമയമാണ്. എല്ലാവരും മാക്സിമം ചക്കയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചക്കയപ്പം ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് ചെറിയ കമ്പുകൾ ആ പാത്രത്തിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ അടിയിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ചക്കയപ്പം ആ വെള്ളത്തിൽ വീണ് പോകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വലിയ അപ്പച്ചമ്പ് ഉപയോഗിച്ചും ചെയ്യാം. എന്നാൽ ഈ മോഡൽ വ്യത്യസ്തത ആർന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വഷണയുടെ കമ്പാണ് ഉപയോഗിക്കുന്നത്. നല്ല മണവും ഗുണമൊക്കെ അത് കാരണം ലഭിക്കും. ഏത് കമ്പ് വേണേലും ഉപയോഗിക്കാം. എങ്കിലും വഷണയുടെ കമ്പാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ വയ്ക്കാനായിട്ട്. ഇനി വഷണ കിട്ടാത്തവർക്ക് അല്ലാത്ത കമ്പുകളും ഉപയോഗിക്കാം. അങ്ങനെ ഇത് ആ പാത്രത്തിൽ വെച്ച ശേഷം ഇച്ചിരി ഗ്യാപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്. വെള്ളം ഒഴിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ചക്കയപ്പം അതിൽ വെള്ളത്തിൽ നേരിട്ട് മുട്ടാൻ പാടില്ല, ആവിക്കാണ് വേവുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു. ആ പാത്രത്തിനൊരു 1/4 ഭാഗം വെള്ളം മതിയാവും. കമ്പിൻ്റെ മേലെ വെള്ളം നിൽക്കരുത്. ഇനി നമുക്ക് അടുപ്പിൽ തീ കത്തിച്ച ശേഷം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് വഷണ ഇല കൊണ്ട് നമ്മൾ കുമ്പിൾ കുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചക്കയപ്പത്തിൻ്റെ മാവ് ഇട്ട് കൊടുക്കാം. ഒരു 3 കിലോ ചക്കയാണ് ഇവിടെ എടുത്തിരുന്നത്. അതെല്ലാം ക്ലീനാക്കി വന്നപ്പോൾ 3 കിലോയോളം ചക്കച്ചുള ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് നമുക്കൊരു 10-40 ചക്കയപ്പം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. നമ്മൾ ആ കുമ്പിളിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ആ പാത്രത്തിൻ്റെ പുറത്തുള്ള കമ്പിൻ്റെ പുറത്തോട്ട് ചക്കയപ്പം ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. വെള്ളത്തിൽ നേരിട്ട് മുട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ നേരിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം പോകും. ഇത് ആവിക്കാണ് വേവേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കമ്പെല്ലാം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വലിയ പാത്രത്തിലാകുമ്പോൾ ഒരു ട്രിപ്പിന് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. 50-60 ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും, പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച്. ചെറിയ അപ്പച്ചമ്പിലൊക്കെ ആകുമ്പോൾ 10-15 ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതേതാണ്ടൊരു 3/4 മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. വെള്ളം തിളച്ച ശേഷം വേണം ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ. അങ്ങനെ അത് മുഴുവനായിട്ട് വെച്ച ശേഷം നമുക്ക് അടപ്പ് കൊണ്ട് അടയ്ക്കാം. ഇനി 1/2-3/4 മണിക്കൂർ ചെറുതായിട്ട് തീ കത്തി കഴിയുമ്പോൾ
നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡിയാവുന്നതായിരിക്കും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഈ ചക്കയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഏതാണ്ടൊരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ആകാൻ പോകുന്നു. ഇപ്പം നമ്മുടെ ചക്കയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ടാവും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആവി അടിക്കുമ്പോൾ തന്നെ അറിയാം ചക്ക വെന്തോ ഇല്ലയോ എന്ന്. ഇപ്പം നല്ല മണമൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ആഹാ, അങ്ങനെ നമ്മുടെ ചക്കയപ്പം ഇവിടെ വെന്തിരിക്കുകയാണ്. അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധം അലയടിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതെല്ലാം വെന്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കൊന്നെടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചക്കയപ്പം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് ഒരു ചക്കയപ്പം കഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അങ്ങനെ ആ ചക്കയപ്പം നമ്മൾ ഇലയിൽ നിന്നും എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചക്കയപ്പം നല്ല ചൂടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചക്കയപ്പം കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാം. നല്ല സൂപ്പർ ടേസ്റ്റിലാണ്. കൊള്ളാം. കഴിച്ച് നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. നന്നായിട്ടുണ്ട്. നല്ല ചൂടാണ്, സൂപ്പറാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വ്യത്യസ്തമാർന്ന ചക്കയപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ നല്ല ആവി പറക്കുന്ന ചക്കയപ്പം നമുക്കിനിയും എടുത്ത് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇത്ര നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.